ബിരിയാണി എന്തോ കൊടുക്കുന്നുണ്ട്. അതന്നെ നിന്നെ കൊളാക്കിട്ട് ഞങ്ങൾ വൃത്തിയാക്കി അറിയാൻ ചെയ്താ വിന്റേജിന് നമ്മള് ആ പാട്ട് ഈ താഴമ്പൂ മാറ്റിയിട്ട് ആ പാട്ടിൽ പിടിക്കണം. നമ്മൾ എന്തുപോലെ നീ ജനിച്ചപ്പോഴേ ഇങ്ങനെ തന്നെ ഇപ്പോഴും. സന്ധ്യക്കാണ് കേട്ടോ വ്ളോഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളെന്തായാലും പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ ദുർഗമ്മളെ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഞങ്ങളും എന്തെങ്കിലും ആയിട്ട് കൊടുക്കണമല്ലോ എൻ്റെ മോക്ക്. അപ്പം എന്തായാലും ഞങ്ങൾ അതിനുള്ള സാധനം മേടിക്കാൻ വേണ്ടി പോവാട്ടോ. ഞാൻ ആരോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു കുഞ്ഞ് സാധനം മേടിക്കാൻ വേണ്ടി പോകണം. എന്തെങ്കിലായിട്ടൊരു മുട്ട കൊടുക്കണമല്ലോ. ഇന്നത്തെ ഗോൾഡിൻ്റെ റേറ്റിന് അല്ലേ ഇവ താങ്ങാൻ പറ്റുന്നതല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാട്ടോ. നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ മഴയത്ത് കുടുങ്ങുമോ എന്ന് പറയാൻ പറ്റില്ല. ശരി, എന്തായാലും കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, ആകാശമൊക്കെ നന്നായി. അപ്പം ഞാൻ വാങ്ങിയത് ഒരു കുഞ്ഞു മൂക്കുത്തിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എന്തോ എപ്പോഴെങ്കിലും ദുർഗക്ക് ഇത് മൂക്ക് കുത്തണം എന്ന് തോന്നുന്നൊരു സമയം ഉണ്ടാവില്ല. ആ സമയത്ത് എന്തായാലും ചിറ്റ വാങ്ങി തന്നെ ഒരു മൂക്കുത്തിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കില്ലല്ലോ. അതായിരുന്നു എൻ്റെ ഉദ്ദേശം കേട്ടോ. ആദ്യമായിട്ട് മൂക്കൂത്തി വാങ്ങി കൊടുത്തത് ചിറ്റയാണെന്ന് ഒരു പേര് വേണം അല്ലേ. അവരെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും മൂക്കൂത്തി ആരും വാങ്ങാൻ വഴിയില്ല. ദൈവം ഇത് കാണുന്നില്ലല്ലോ. ഈശ്വരന്മാരെ എവിടെ പോയി ഇത് വാങ്ങിയതാണല്ലോ. ഇതെവിടെ പോയി എന്താ ഈ ചോപ്പിൽ വെക്കട്ടെ എന്നാ കാണും. ഇതാ ഇല്ല കേട്ടോ, കുഴപ്പമില്ലതാ. ഒരു കുഞ്ഞിക്കല്ലിൻ്റെ ഒരു ചെറിയ മൂക്കുത്തിയെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പെട്ടി എക്സ്ചേഞ്ചിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ആ പെട്ടിയിൽ നിന്ന് ഒന്ന് കാണാണ്ടായപ്പോൾ ഞാൻ ഈ പെട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ല കാഴ്ചയൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അങ്ങോട്ട്. ഇതൊക്കെ എറണാകുളം ജിതേച്ചിനെ ഏൽപ്പിക്കേണ്ടതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ വീട്ടിലേൽപ്പിക്കേണ്ടതും പിന്നെ ചെമ്മീൻ കുറച്ച് അവിടെ വീട്ടിലേൽപ്പിക്കേണ്ടത്. അങ്ങനെ വലിയ കാര്യത്തിന് സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ റോഡുമേൽ വന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് എല്ലാം വണ്ടി ഒന്ന് അങ്ങോട്ട് ഓടിച്ചു. അപ്പോഴേക്കും സന്തോഷം വാർത്തതാണ്, പഞ്ചറായി. വണ്ടി വീണ്ടും കയറ്റി ഞങ്ങൾ ഷെഡിൽ വെച്ച് ഉന്തി വരുന്നതെന്ന് ഞാൻ എടുക്കാൻ വേണ്ടി അന്നേരത്തെ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് എൻ്റെ മോൻ പറയുന്നത്, അമ്മ എന്തിനാ ഇനി ഓട്ടോക്ക് പോകാൻ വേണ്ടി ഹെൽമെറ്റ് ഇട്ടിരിക്കണമെന്ന്. ശരിയാണ്, ഞാനിത് ഇങ്ങനെ എവിടെ ചെന്നാലും ഈ സാധനം എനിക്ക് തലേന്ന് നൂരണ വലിയ മടിയാണ്. അപ്പം ഞങ്ങൾ വീണ്ടും നമ്മളെ മൻസൂർ ഖാൻ്റെ ഓട്ടോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ. ഒരു പ്രാവശ്യം ഇതുപോലെ പഞ്ചർ ഒട്ടിച്ചതാ. ഈ ടയർ മാറ്റാതെ വേറെ രക്ഷയില്ല. വീണ്ടും മൻസൂർ ഖാൻ്റെ സഹായം ഞങ്ങൾ തേടിയിരിക്കുന്നു. അങ്ങനെ ഓട്ടോയിൽ ഞങ്ങളിതാ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മൻസൂർക്ക് വന്ന് അമ്മേൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കടന്നല കുത്തിയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കടന്നല കുത്തിയത് മൻസൂർ ഖാൻ്റെ കടന്നല കുത്തിയത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മൻസൂർ ഖാനെ വിളിക്കേണ്ടി വന്നു. നമ്മളെ വണ്ടി പണി തന്നു. ഇപ്പൊ കുഴപ്പമില്ല. കൊറേ ആള് ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്കിപ്പൊ എങ്ങനെയുണ്ട് അത് തന്നെ. ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ, ഓടിച്ചാ കിടക്കുന്നുണ്ട്. ലൈൻ തേച്ചാ ഇന്ദ്രൂട്ടൻ്റെ ലൈൻ ഇന്ദ്രൂട്ടനെ തേച്ചു. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ചായ എല്ലാം കുടിച്ചിട്ട് വേണം നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാം. ആരും എത്തിയിട്ടൊന്നുമില്ല. അപ്പുറത്തൊന്നും ആരും വന്നിട്ടില്ലേ? വിന്റേജ് ഒന്നും എത്തിയിട്ടില്ലേ? എന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് കേട്ടോ. ആരും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാ. ഒന്നും പറയില്ല. സ്പെഷ്യൽ എന്ന് പറയുമ്പോ പിന്നെ സർപ്രൈസ് അല്ലേ. സ്പെഷ്യൽ ആണ്. പറയാൻ പറ്റുമോ നമുക്ക് എന്താണെന്ന്? പറയാൻ പറ്റും, ഗസ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ ഞാനെന്ത് പറയില്ല. ആ സമയത്തെ പൊട്ടിക്കും. എന്തായാലും എന്റെ വീഡിയോ വരുമ്പോ എല്ലാരും കണ്ടിട്ടുണ്ടാവും, അറിയൂല, കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ഞാൻ പറയൂല, നിങ്ങളോട് ഇല്ല. പിന്നെ നിന്നോട് പറയൂല. എന്നോട് പറ ഐ ലവ് യു. ഇല്ല, നമ്മളെ ഗിഫ്റ്റ് ആരും പ്രതീക്ഷിക്കാതെ. ആ വാവന്റെ പെണ്ണിനെ ആരോ തേച്ചു. വാവനെ തേച്ച് വാവന്റെ ലൈൻ പോയി. ചായ കുടിക്കേണ്ടതാ. ഇത് പുട്ടും ചിക്കൻ കറി അല്ലേ ഇപ്പൊ? സെറ്റ്. അപ്പൊ എനിക്കിവിടെ പിന്നൊരു ദൗത്യം ഉണ്ടല്ലേ അമ്മ? കറി വെക്കാനുണ്ട്, കറി വെക്കാനുണ്ട്, എനിക്കുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. പെണ്ണിനെ കുളിപ്പിച്ച് യാത്രയാക്കി ഒരുക്കി വീടുണ്ടത് അച്ഛന്റെ പെങ്ങള് പിന്നെ നമ്മുടെ അപ്പൊ നല്ല ബെസ്റ്റ് ടീമായി ഇപ്പൊ മുട്ടാൻ പോണത്. ഇവനെ ഞാനും കൂടിയാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ പോണത് അല്ലേ? ഇന്നത്തെ അമ്മക്കപ്പൊ റോളൊന്നുമില്ല. അച്ഛമ്മക്കും അമ്മമാർക്കൊന്നും റോളില്ല, ഞങ്ങൾക്ക് റോള്. അമ്മായിമാരുണ്ടെങ്കിൽ അമ്മായിമാർക്കാണ്.
പക്ഷെ അമ്മായി എനിക്ക് ആളെയൊന്നുമില്ലല്ലോ. എനിക്ക് ആങ്ങളെ ഇല്ലല്ലോ. സ്വന്തമില്ല. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങളങ്ങനെ ഏറ്റെടുക്കുക. ഞാൻ വിചാരിക്കട്ടെ ഒരു പെൺകൊച്ചില്ലാത്തതല്ലേ അവൾക്കുമില്ല വിവരക്കുമില്ല. അതന്നെ അതല്ലേ നിങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾ ഹാപ്പിയാണ്. കുളിപ്പിച്ച് ചുറ്റനല്ല അങ്ങനെ തന്നെ ചുറ്റന നാളെ കെട്ടിട്ട് തന്നെ എഴുതിച്ചത്. കുഞ്ഞല്ലേ കുഞ്ഞല്ലേ താഴമ്പൂ 18 മുഴച്ചെലവ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നന്ദൂര എനിക്ക് വിശക്കണ് സത്യം പറഞ്ഞാല്. ഞങ്ങളിനി ചായ കുടിച്ചിട്ട് വേണം അല്ലേ ഇപ്പേ നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാൻ. കുട്ടിലിങ്ങനെ തേങ്ങയില്ലേ, തേങ്ങയ്ക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ കൂടുതൽ. നന്ദു പറയുന്നേ അമ്മ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി വെക്കണേന്ന്. ഞാൻ പറഞ്ഞു അടിപൊളി ബിരിയാണി ആവണമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ പോക്കായിരിക്കും. എന്നാലും എൻ്റെ മോനെ തേച്ചിട്ട് പോയത് ആരാണ് ചുറ്റി ചോദിക്കാൻ പോട്ടെ അല്ലേ അമ്മ? അയ്യോ എന്റെ ദൈവമേ, പാവ പെണ്ണാവാഞ്ഞത് നന്നായിന്ന്. പെണ്ണിന്റെ അച്ഛൻ ഇപ്പഴാണ് പെണ്ണിന്റെ അച്ഛനായത്. താഴമ്പൂ 18 മുഴഞ്ചേല. കൊച്ചിന്റെ അച്ഛനായിരുന്നു. മാറ്റിയെടുത്തിട്ട് വാ. ശരി ഓക്കെ. അപ്പൊ ദുഗുവിന്റെ അച്ഛൻ ഒന്നും നോക്കിയില്ല, നോക്കിയില്ല. അല്ല വേണ്ട സമയത്ത് വേണം അല്ലേ. നമുക്ക് ഒരുപാട് മക്കളൊന്നും ഇല്ല. അടിപൊളി കേട്ടാ. നമ്മളെ കുടുംബത്തിലാകെയുള്ള ഒരു പെൺതരിയാന്ന്. അപ്പൊ എന്തായാലും നമ്മളൊന്നും കുറക്കാൻ പറ്റില്ല. നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. അവർക്കല്ലാണ്ട് പിന്നെ നമ്മ ആയിരിക്കാൻ കൊടുക്കണ്ടേ അല്ലേ. അതെ ഇഷ്ടപ്പെട്ടിട്ടാ. അടിപൊളി. ആ സൂപ്പർ അല്ലേ ഇപ്പ? പൊളിച്ചല്ല അളിയൻ. ഓന്റെ അളിയൻ പൊളിച്ചല്ല. ഓ എന്റെ അമ്മ എന്തെങ്കിലും ആവട്ടെ. ഇപ്പോഴാണ് പെണ്ണിന്റെ അച്ഛനും പെണ്ണിന്റെ അമ്മയും ആയതെന്നല്ലേ. ഓക്കെ, ഇനി നമ്മൾ പൊളിക്കാൻ പോണത് എപ്പോഴാണ്? എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലേ ഇതുപോലെ ദുർഗേന്റെ ഒരു ആവശ്യം. അപ്പൊ ഇതെന്തായാലും നമ്മൾ പൊളിക്കട്ടെ. അപ്പൊ അവര് ഡ്രസ്സ് ചേഞ്ച് ആക്കാനൊക്കെ ഒന്ന് മാറ്റാനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ പണി ഞങ്ങൾ നോക്കട്ടെ. ഞങ്ങളിവിടെ ഇങ്ങനെ അവര് പറയുന്നത് കഴിഞ്ഞാൽ ഞങ്ങളെ പണി നടക്കൂല. ഇവര് 2 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇവര് പറയും ഭക്ഷണം ആയിട്ടേ എന്നൊക്കെ ചോദിച്ചോളി. ഞങ്ങൾ ബിരിയാണി വെക്കാൻ വേണ്ടിട്ട് ഉള്ള പരിപാടി കയറിയാണ്. അമ്മ എനിക്ക് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി തന്നെ. ഇതെല്ലാം തലക്കുൽ കിടക്കുകയാണ്. നമ്മൾ ഷെഫുമാരെ അങ്ങോട്ട് കയറുമ്പോ ഞങ്ങൾക്ക് ഇതൊക്കെ ക്ലീൻ ആയി കിട്ടണം. നമ്മ കേട്ടില്ല. പോ. കുഞ്ഞുള്ളിയൊക്കെ എന്തിനാ? കുഞ്ഞുള്ളി വേണോ? കുഞ്ഞുള്ളി വേണ്ട ഞങ്ങൾക്ക്. ഞങ്ങൾ ബിരിയാണിയിൽ കുഞ്ഞുള്ളി ഇടാറില്ല. എവിടെ ഇടാറില്ല അല്ല, ആരും ഇടാറില്ല എന്ന് തോന്നുന്നു. നമ്മള് മാത്രല്ല ആരും ഇടാറില്ല. അടുക്കള ഒന്ന് വൃത്തിയാക്കി തരാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കുറവുണ്ട്. അച്ഛനെ വന്നിട്ട് വേണം ഒരു സാധനം എടുക്കാനുണ്ടായിരുന്നു. സാധനം എടുക്കാനുണ്ട് നമുക്ക്. ഒരു ഡാൻസ്. അച്ഛൻ വന്നിട്ട് വേണം ഡാൻസ്. ഇന്നലെ ഞാൻ അച്ഛനെ അയച്ചു കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു പഠിച്ചോളണമെന്ന് പറഞ്ഞു. ഇതിപ്പോ ശരിക്കും പറഞ്ഞാല് ഏൽപ്പിക്കുന്നത് നമ്മ ഉണ്ടാക്കുന്നതൊക്കെ ചെലവെല്ലാം കണക്ക് തന്നെ. എന്താന്നറിയോ, നിങ്ങൾ കൂട്ടി നോക്കിട്ടുണ്ടോ ഇപ്പൊ? 1000 രൂപ ലാഭമുണ്ട്. കൂട്ടി നോക്കി. പക്ഷെ അത് എന്താണ് പിന്നെ വൈകുന്നേരത്തൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ അങ്ങനെയുണ്ട്. അതെ അതും കഴിഞ്ഞു. 1000 രൂപ ലാഭമില്ലേ? 1000 രൂപ ലാഭമുണ്ട്. അത് നമ്മളെ പണിക്കാശി. 2000 രൂപ ലാഭമുണ്ട് ഞങ്ങളെ പണിക്കാശി. ഞങ്ങൾ പോകുമ്പോ 1000 എനിക്ക് 1500 എനിക്ക് 500 വെക്കും. ഹെൽപ്പർ മര്യാദ ചേട്ടാന്ന് പുറത്തേപ്പിക്കാൻ പോയത്. അത് നിങ്ങളൊറ്റ ഒരാളാണ് ഇതിന്റെ ബാക്കിൽ കളിച്ചത്. ഇത് നന്നായി കൊടുക്കുന്നത് നിങ്ങളെ ഉത്തരവാദിത്തം. ഓ ബിരിയാണി വെക്കുക അങ്ങനെയുള്ള കുറച്ച് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഏൽപ്പിക്കുന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. ഇത് കത്തിക്ക് വേണ്ട ഒന്നിപ്പോ വേണ്ട. അമ്മ എന്താ വേണ്ട? ഇവിടെ 2 കയറി അമ്മക്ക് ലോക ചൊറയാണ്. നീ എന്താ ചെയ്യുന്നത്? കത്തിക്കുന്ന ഓണാക്കാൻ വേണ്ടിട്ട് കത്തിക്കുന്നു. ഒന്നോക്കട്ടെ ഒന്നോ
ഒരു ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ഓയി ഇട്ടിട്ട് എത്തിയിട്ടുണ്ട്. ക്യാമറയിൽ നോക്കി, ക്യാമറയിൽ വേറെ തന്നെയാണ്. ഒരു മുടി ഇല്ലേ? ഇത് പറഞ്ഞ ഒന്ന് നീല ഒന്ന് ബ്ലാക്ക്. അല്ല ഇവള് ഇവിടെ ഉണ്ടായേ നാറാത്ത ഇവിടെ ഉണ്ടായേ പോയിക്കൊള്ളാം. മക്കരെ പോവില്ല. നിങ്ങ മക്കരെ പോകുന്നില്ല? നിങ്ങൾ അച്ഛനെ വേണ്ട? നിങ്ങക്ക് അക്കരെ പോകുന്നില്ല? എടി നിങ്ങൾക്ക് അച്ഛനെ വേണ്ട? നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് മേക്കപ്പ് ഒരു നീല ഒരു ബുഷ്. ആ ബുഷ് ഒന്ന് മാറ്റി കൊടുത്തേ, കൊച്ചിന് ഇഷ്ടപ്പെടില്ല. കേക്കിലെന്താ പേരെഴുതണ്ടെന്ന് വെച്ചപ്പോഴേ കേക്കിലെന്താ പേരെഴുതണ്ടെന്ന് വെച്ചപ്പോ നമ്മള് 90s കൃതുമതി അത് തന്നെ പിള്ളേരോട് ചോദിച്ചപ്പോ പിള്ളേർ പറഞ്ഞ ഇതാണ് എന്റെ ദൈവമേ. ഇങ്ങനെയൊക്കെ നമ്മൾ അറിയാം. നമ്മളെന്താ പറയാ ഋതുമതി മതി, അത് മതി. ശരിയാക്കാൻ വേണ്ടി ശരിയാക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ വിളിക്കണത് അല്ലേ? തൈരല്ലേ അമ്മ? തൈര് എവിടെ? തൈര് തൈര് എടേ വിപിനെ ഹെൽപ്പ് വേണോന്നൊന്ന് ചോദിക്കുമ്പോഴേക്കും വിപിനെ നമ്മള് ഇളക്കാനാക്കി. ഇനിയിപ്പ ഇവള് ക്രെഡിറ്റിന് ഇവള് കൊണ്ടോവേ, വെറുതെ വേണ്ടാത്ത പണി വെപ്പിച്ച്. മക്കളെ ബർത്ത്ഡേ, എന്റെ കല്യാണം, എല്ലാത്തിനും ഇവിടെ ദുർഗന്റെ ബർത്ത്ഡേ, മറ്റേ മോന്റെ ബർത്ത്ഡേ ഉടച്ചു കൂട്ടല്ലാന്ന് എനിക്ക് വേണം വെള്ളമ്മ. ദുർഗ ഇവിടെ നടക്കണം കേട്ടോ. പാവം ദുർഗക്കില്ല, ദുർഗക്ക് നാണായിട്ടില്ല വിപിനെ അല്ലേ? ദുർഗക്ക് നാണക്കേടായിട്ട് നടക്കണെന്ന് കുറച്ച് കൊണ്ടാടി. ഡ്രസ്സൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുന്നു, എന്നിട്ട് ബാക്കി പരിപാടി. ചേച്ചി ഓക്കെ ഇല്ലപ്പ നമ്മ അങ്ങനെ തൊണ്ടന്മാരൊന്നാവില്ലപ്പ. നമ്മളെ ചോട്ട ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയില്ല. അതൊന്നും പറയാൻ പറ്റില്ല. അതെ, നമ്മളെന്തായാലും വലുതാവുമ്പോ അല്ല നമ്മളെ ചോട്ട വലുതാവുമ്പോ നമ്മ അത്ര വലിയ വയസ്സന്മാരൊന്നാവില്ലപ്പ. മക്കള് വളരാനൊന്നും അത്തുമുത്തൊന്നാവൂല അല്ലേ? അല്ല ഒത്ത് അതിന്റെ അമ്മനെ കണ്ണടയൊക്കെ പൊളിച്ചിട്ടാ. കണ്ണട പൊളിച്ച് നമ്മളെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ട് വന്നിരിക്കും. മുട്ടി എന്തെങ്കിലും കോപ്പി എടുക്കാണ്. ബിരിയാണി എവിടെ അങ്ങനെ പകുതി കിടപ്പുണ്ട്. എല്ലാരും ഇതാ ഇത് സാധനം വന്നപ്പോഴൊക്കെ എല്ലാം മുങ്ങി. വിന്റേജിനെ മാത്രാക്കി മുങ്ങിയത് 2 എണ്ണം അതാ അങ്ങോട്ട് മുങ്ങി. അതായിരുന്നു എടുക്ക വിന്റേജ്. കഴുകിയിട്ടരിഞ്ഞോ? ചെറുതാക്കിയിട്ട് കരിഞ്ഞോ? തോലൊന്നും കളയണ്ട, അതങ്ങനെ തോല് കളയാണ്ട് ചെത്തിയ നമുക്ക്. ഞാൻ ബിരിയാണി കയറിയപ്പോ കുറച്ച് ടീമിന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. എന്റെ ഒരു ഇതില്ലാണ്ട് നിങ്ങൾ പോട്ടെ സാറല്ല, ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ദുഗുനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ അമ്മൂനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തോളെ അമ്മൂനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അമ്മൂനെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല വൃത്തിയിലാക്കിയിട്ടുണ്ട്. അല്ല ഞാനല്ല ഏൽപ്പിച്ചേക്കണത്, എനിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. മാറ്റി ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. വാ എന്താ സുഖം. അതിൻ്റെ ഉള്ളിൽ എ സി ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ മോൾ വേർക്കില്ലല്ലോ. മുല്ലപ്പൂ മണക്കുന്നു. നീ ആരോടെ പറയുന്നു ദുഗു? ഇത് മെയിൻ ആളാന്ന് ഇവിടെ മേക്കപ്പിന്റെ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളെ വിപിനെ മേക്കപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. നീ ഇങ്ങനെ കയ്യാനക്കണ മാത്രമേ ഉള്ളൂ. ഓഫ് പെട്ടി ഞെട്ടിപ്പോയല്ലാട്ടെന്ന്.
ഇനി ആ പാട്ട് ഞാൻ പാടൂല പോടന്ന് വെറുതെ താഴമ്പൂ തന്നെയല്ലോ ഇവനെ അതങ്ങനെ ഉണ്ട് ഇവനെ താഴമ്പൂ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് വേറെ പാട്ടുകളൊക്കെ മാറ്റി പിടിക്കാം. നമുക്കൊരു പാട്ട് സെറ്റാക്കിയാലോ ഇതിന് വേണ്ടിട്ട്. ഇനി എല്ലാവരും ഇതുപോലുള്ള ആൾക്കാർ ആ പാട്ട് ഈ താഴമ്പൂ മാറ്റിയിട്ട് ആ പാട്ടിൽ പിടിക്കണം. നമ്മൾ ട്രെൻഡ് ആക്കുന്നു അല്ലേ? ഇവന് നമുക്കൊരു റീൽ എടുക്കാണ്ട് എന്തുപോലെ നീ ജനിച്ചപ്പോഴും ഇങ്ങനെ തന്നെ ഇപ്പോഴും ഇങ്ങനെ തന്നെ. ബിബിനെ അതൊക്കെ പറയുന്നു കൊടുക്കടി അതങ്ങാണ്ട്. നീ എന്തിനേക്ക് വീട്ടിൽ കൊണ്ടുപോകാനാ നീ ഒക്കെ എടുത്ത് വെച്ചത്? എടി നോക്കണം, എന്തൊക്കെ സാധനങ്ങൾ കുറവുണ്ടെങ്കിൽ ബിബിനെ എന്നെ അടുത്ത് ഉണ്ടാവും. എന്താ എന്താടി കൊച്ചിന്റെ മേത്തൊക്കെ എന്തൊക്കെ എടി തേച്ച് പറ്റുന്നു നീ? ഇതെല്ലാം ഞാൻ എപ്പോഴും പറ്റുന്ന ബ്യൂട്ടീന്റെ ആളാന്ന്. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ അയ്യോ അടിച്ചു പോക നല്ലോണം അടിച്ചു വൃത്തിയായിക്കോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവര് അടുക്കള ഇവര് അമ്മയും മോളും കൂടി പറയാ അടുക്കള ഞങ്ങൾ കയറി കൊളാക്കിന്ന് പറയും. അതുകൊണ്ട് നമ്മള് അതന്നെ നിന്നെ കൊളാക്കിട്ട് ഞങ്ങൾ വൃത്തിയാക്കിക്കോളും. ആന്ന് നമ്മളെ പറയും ചേച്ചി. ഇവര് അമ്മയും മോളും പറയും. അവിടെ വന്ന് അവര് വൃത്തിയാക്കി അലമ്പാക്കിട്ട് പറയും. ഇത് നടക്കിയാ മതി ഇങ്ങനെ. അത് നമ്മളെ നല്ലൊരു മസാല കേട്ടോ. നല്ല മസാലയൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിതാ. ഇതാ കണ്ടാ ഇങ്ങനെയുണ്ട്. ഇത് എങ്ങനെയുണ്ട് ഇത് കഴിക്കാണ്ട അടിപൊളി കേട്ടാ. ഇതാ ഇനി കഴിച്ചിട്ട് അവരെന്താണ് അഭിപ്രായം പറയണേന്ന് അറിയില്ല. ചോറാവണം എന്നിട്ട് വേണം പറയണെങ്കിൽ അടിപൊളി ഇതല്ലേ. ഒന്നേന്ന് തുടങ്ങിയിട്ടേ ഉള്ളു. നമ്മിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളു. ഇനിയിപ്പൊ കഴിച്ച് കഴിയുമ്പോ ഒരടി എടുക്കുമ്പോ ഒരടി. അതെ അതെന്താ മുടി വെച്ചങ്ങള് മാറ്റി? ഞാനില്ല. നമ്മള് ബിരിയാണി മറ്റേ മസാല കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അടിപൊളി സൂപ്പർ തന്നെ പറഞ്ഞ നമ്മളെ വെച്ചിട്ട് നമ്മളെന്നെ പൊക്കി അടിക്കാണ്. ഇനി ഒരു കഴിച്ചു കഴിയുന്നവരെ നമുക്ക് വെച്ച ആൾക്കാർക്ക് ഉണ്ടല്ലോ ഒരു ആദ്യം. ഞാൻ അതുകൊണ്ടാ പറയല ഇപ്പോഴും ആദ്യം ടെൻഷനാണ്. ഇത് പണിയെടുക്കാറില്ല നമുക്ക് ടെൻഷനാണ്. ഞങ്ങൾക്ക് എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് വെക്കാൻ ഭയങ്കര ആവൂലെന്ന് പറയുന്നത്. അത് പൊരിഞ്ഞ് ഞാൻ ചോറിന് വെള്ളം വെച്ചതാണ്. ഇവിടെ ഇങ്ങനെ ഇതിനകത്തിരുന്ന് പാട്ടേയുള്ളല്ലേ. അത് മക്കളുടെ ആവശ്യങ്ങൾ അല്ലേ? ഇനി ഇത് കുറച്ച് മസാല ആയിട്ടാ. ഇവിടെ സെൻട്ര മസാല റെഡി ആയിട്ടുണ്ട്. നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ. സ്ഥലമുള്ള പിന്നെ എനിക്കിപ്പോഴും ഉപ്പ് കുറച്ച് ഉപ്പുണ്ട്. ഉപ്പുണ്ടാ ഉപ്പെന്തോ പ്രശ്നമുണ്ട്. ഇല്ല എനിക്ക് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ എന്താ ചിക്കന്റെ പീസിന്റെ ഉപ്പിന്റെ ചെറിയൊരു കുറവ്. ഞാൻ നോക്കട്ടെ കൈ പൊളിക്കും. നല്ല മണം വരുന്നുണ്ട് മസാലേന്റെ. വീണ്ടും ഉപ്പുണ്ട്. അല്ല കഷ്ണം വന്ന ഉപ്പുണ്ട്. സീരിയസ്ലി ഇപ്പൊ ഉപ്പുണ്ടേ? കറക്റ്റാണ്. ഉപ്പ് കറക്റ്റാണ് കേട്ടോ. എല്ലാം വന്നിട്ടുണ്ട് കഴിച്ച് നേരമായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റല്ലേ? മതി മതി ഉപ്പുണ്ട്. നീ നിൽക്കണ്ട പോയിക്കോ. ഉപ്പുണ്ടെങ്കിൽ മാത്രല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ബിരിയാണിക്ക് കുറ്റം പറയണമെങ്കിൽ വിന്റേജ് പറയണം. ബന്ധുക്കാര് പറയണം അല്ലേ അമ്മേ? കുറ്റം പറയണേ പറയാൻ ചെയ്താ വിന്റേജിനെ നമ്മള് ഭയങ്കര പിടിച്ചിട്ടില്ല.
അങ്ങനെ ആക്കും. നിങ്ങൾ നല്ല കൂട്ടുകാരല്ലേ എന്റെ നിങ്ങൾ നല്ല സഭി നിന്റെ ആരാധന ആരാധന ഞാൻ സഭി എന്റെ ഒരു ആങ്ങളെ അപ്പ അല്ല നല്ല കൂട്ടുകാരെ പോലെ എപ്പോ കാണുന്നുണ്ട്. എവിടെ പോയാലും നിങ്ങൾ ഒന്നായിട്ടുണ്ടാവും. അതേപ്പോ ഞങ്ങൾ എല്ലാരും ഒന്ന് നമ്മളങ്ങനെ ഉണ്ടാവും അല്ലേ? അങ്ങനെ പോയാ മതി. അതാണ് അതിന് സന്തോഷം. ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. നമുക്ക് എന്തിനു കുശുമ്പ് അല്ലേ അമ്മ? എല്ലാരും സന്തോഷമായിട്ടാണ്. കടന്നലിന് മാത്രമേ അമ്മനോട് എന്താ കുശുമ്പുള്ളൂ, വേറെ ആർക്കും കടന്നല്ലോ. മൂന്നാമത്തെ കുത്തലല്ലേ രണ്ടാമത്തെ കറക്റ്റാണ്. മൂന്നാമത്തെ അതെന്താണെന്ന് അറിയില്ല. ഭയങ്കര ഇഷ്ടാ. ചടങ്ങ് തീരുമാനമായ വിളക്ക് ആര് കൊടുക്കും? എന്ത് കൊടുക്കും? അച്ചമ്മ കൊടുക്കട്ടെ. അച്ഛമ്മേന്റെ വീട്ടിൽ നിൽക്കുമ്പോ അച്ഛമ്മേനെ കൊടുക്കണ്ട. കത്തിച്ച് അപ്പൊ അച്ചമ്മ കൊടുക്കും. ഒരു തിരി രണ്ട് പിന്നെ എല്ലാരും എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. പാടിയും ബ്ലൗസൊക്കെ ഇട്ടിട്ടായി ആ മുടി അങ്ങോട്ട് വീടിട്ടൊക്കെ അല്ല. ഫോട്ടത്തിലൊന്നും പറയാനില്ല, നല്ല ഭംഗിയുണ്ട്. എന്തുവാ ഇങ്ങനെ ഇരിക്കുന്നേ? അടുത്ത് നമുക്ക് അണിഞ്ഞു വരുന്നുണ്ടായോ? ഇവരുടെയൊക്കെ എപ്പോഴാ ഋതുമതന്മാരെ? ഇതൊക്കെ ഇളകി നിൽക്കാണ് മതം. അയ്യോ മതം പൊട്ടി. നമുക്കറിയില്ലേന്നല്ലേ. എല്ലാരും ഇരിക്കും. ഫാനിട്ട് കൊടുക്കല്ലേ? ഡാൻസ് ഫോം ആയിട്ടുള്ള ദുർഗനെ ചെക്കനുണ്ടാവും. എടെങ്കിലും വായി നോക്കി നിങ്ങളൊന്നും കൊടുക്കുന്നില്ലേ? കൊടുക്കടാ. 3 5 വാങ്ങിച്ചിട്ടാണ്. ചന്റെ പൊന്നു മോളെ ഞങ്ങൾക്ക് വെച്ചാ മഞ്ഞള് ഒരു പടത്താൾ വീട് വീട് ഇങ്ങനെ ഇടാൻ വേണ്ടി വെച്ചില്ല. ആരും വെച്ചില്ല. ആരും അവിടെ പോയിരുന്നോ? ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായി പോയി. വളരെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. അല്ലേ? കുറവും റൈസ് ജാസ്തിയാണോ? നോക്കിട്ട് ആ മസാലക്കുള്ള ചോറ് ഇട്ടാൽ മതി. കളിയാ നമുക്ക് വേണമെങ്കിൽ ചോറ് ജാസ്തി ആണെങ്കിൽ വേണമെങ്കിൽ ഒരു ചിക്കൻ മേടിച്ച് മനസ്സിലായോ? ഒരു ചിക്കൻ കറി നെയ്ച്ചോറ് ആക്കാം. തിരിഞ്ഞാ വൈകുന്നേരം അങ്ങനെ ചെയ്യാം. ചട്ടിയില് പഠിച്ച എല്ലാവർക്കും ഓരോ പിടി നീക്കി വാരി വാരി ഉരുള കൊടുക്കും. കവിയപ്പക്കലെന്ത് കൊടുത്ത് എല്ലാവർക്കും 1000 വെച്ച് കൊടുത്ത്. കുഞ്ചനെ കൊണ്ടേ കുഞ്ചനാരോ പറഞ്ഞല്ലോ എന്നോട് ഇന്നലെ വിളിച്ച ആ ഒരു ചേച്ചി പറഞ്ഞ്, ഗീതേച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചി എന്നോട് പറഞ്ഞേ എനിക്ക് നിക്കിയുടെ അച്ഛനെ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ സോഫ്റ്റ് ചിരിക്കുന്നട്ടെ. സോഫ്റ്റ് താങ്ക് യു. അതന്നെ ആ ഗീത ചേച്ചി വാവ. നിക്ക് എല്ലാവർക്കും പരക്കെ വാരി കൊടുക്കുന്നുണ്ട്. ക്ഷമേതം വേണ്ട. ആ ചട്ടി എവിടെ പോയ അതിന്റെ പുറകെ പോട്ടെ. അമ്മൂടെ പാലെടുക്കണം. അയ്യോടി അവള് തിന്നണ്ടടി. അതാ അമ്മ തിന്നിട്ടില്ല. ബാക്കി എന്തിനും കൊണ്ട് എടി
ആദ്യം എടി ആദ്യം ഒരു പിടി നീ വായിൽ വെച്ചിട്ട് വേണം കൊടുക്കാൻ. നമ്മളങ്ങനെയല്ലേ എടി ചെയ്യാ. അവിടെ അമ്മ ഒഴിവാക്കി. എന്താ എന്നോട് പറഞ്ഞ അത് കട്ട് ചെയ്ത് അത് ഞാൻ കട്ട് ചെയ്യ. അച്ചാറുമായി വിപിനയുടെ വരവ്. പ്രവേശനം അച്ചാർ. എന്താ അമ്മ പൂത്തല്ല അച്ചാറാറ്റായി പോയാ എടി, പൂത്തച്ചാറായി പോയാ. നമ്മൾ എന്തെങ്കിലും ഒരു മിഠായി എന്തെങ്കിലും ഒന്ന് എടുത്തു വരുമ്പോഴേക്കും നമ്മളെ പിള്ളേര് അതിൽ നിന്ന് തലയും കൊണ്ട്. വലത്തെ കാലം ഏതാണെന്ന് അറിയില്ല. ബിഗ് വലത്തെ കാലം ഏതെങ്കിലും കാല് വെച്ച് കേറ്. ശരിയായിട്ട് നമ്മുടെ മോള ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടി പോയാണ്. ഇതൊക്കെ ഓരോ നിങ്ങളുടെ ക്യാമറയിൽ നിരീക്ഷണത്തിലാണ്. ബാബുകളും അപ്പോൾ എൻ്റെ ഗിഫ്റ്റും എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ആകാംക്ഷ പോലെ തന്നെ ഞാൻ ആരും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് തന്നെയാണല്ലോ കൊടുത്തത്. നമ്മളെ മുക്കുത്തിയല്ലേ. അപ്പോൾ എന്തായാലും അതും കൊടുത്തു. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു. ആ ചടങ്ങൊക്കെ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ നമ്മളെ ചടങ്ങുകളൊക്കെ ഇങ്ങനെ കഴിയണം കേട്ടോ. ഈ വായിൽ നിറച്ച് ലഡുവായി. ഞങ്ങൾ ലഡു തിന്നാൻ തുടങ്ങി. അവിടെ പിടിച്ചടി തോന്നും. ഞങ്ങൾ പോകും തിന്നീർക്കും. നമുക്ക് പേരെഴുതല്ല കേക്കില്. കേക്ക് ഇതാ. അപ്പൊ ഈ ഒരു പരിപാടി ഉണ്ട് കേട്ടാ. കേക്കിനെ ഞാൻ തണുപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവം നല്ലത്. ഇത് കീറ് ഒരു കേക്കിനോട് തീരെ കരുണയില്ലാണ്ട് നമ്മള് ഉപയോഗിക്കുന്നത്. ഞാനാ മുറിക്കണ്ടേന്ന് കേക്ക് മുറിക്കാൻ. കണ്ടാ ഞങ്ങൾ മുറിക്കാം. വിളിക്കുന്നുണ്ടോ ഇന്റെ ചേച്ചി? എന്താണ്? അയ്യോ, എല്ലാവർക്കും ഇപ്പൊ വയറുവേദനയായ ഭഗവാന്. അപ്പൊ എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കലൊക്കെ ആയി. ഇനിയിപ്പോ ഒന്നുമില്ല, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മളെ ഇതാ ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞല്ലേ. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ? മഴയൊക്കെ വരാൻ പോകുന്നുണ്ട് ദൈവമേ. അപ്പൊ എന്തായാലും ബിരിയാണിക്ക് നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഫാനൊക്കെ ഓഫ് ആക്കിയിട്ട് ശരിക്കും ഒന്നും കേക്കട്ടെ. സൂപ്പർ ബിരിയാണി. എല്ലാരും കിട്ടിയിട്ടുണ്ടമ്മ? കഴിച്ചിട്ടില്ല. അടിപൊളി ബിരിയാണി. ഓക്കേടാ. നിങ്ങളുടെ എങ്ങനെയുണ്ട് ബിരിയാണി? അപ്പൊ എന്തായാലും എല്ലാരും പൈസ കൊടുത്തിട്ട് സൂപ്പർ എന്ന് പറയിപ്പിച്ചിട്ടുണ്ട്. ബിരിയാണി കായമായി. അപ്പൊ എന്തായാലും ഇന്നത്തോടുകൂടി ഫ്രണ്ട് ക്യാമറ ഇട്ട എല്ലാരും ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും. അപ്പൊ എന്തായാലും എല്ലാരും വലത്തെ കൈ കൊണ്ടാണ് കഴിക്കണത്. ഞാൻ സെൽഫി എടുത്തോണ്ടാണ്. അപ്പൊ എന്തായാലും ഇതാ നമ്മളെ ഈ ദിവസം അങ്ങനെ കഴിയാണ്. വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് അടിക്കാം അല്ലേ അമ്മ? അപ്പൊ എല്ലാവർക്കും ടാറ്റ. ഓക്കെ.